ഇന്ന് നല്ല ഫ്രഷ് പാലക്ക് കിട്ടി. അപ്പോൾ പരിപ്പും പാലക്കും കൂടെ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഓണിയൻ പറാട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ കട്ടാണ്, മുഴുവനും വേണ്ട, പകുതി എടുക്കണുള്ളൂ. ആദ്യം തന്നെ ഈ പാലക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. പരിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കുറച്ച് തുവരം പരിപ്പും അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പും രണ്ടും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ പറയില്ലേ പരിപ്പ് ഇങ്ങനെ മേലേക്ക് പൊന്തി വരില്ല, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കൂടെ ഉണ്ടാവും പരിപ്പ് വേവിച്ച് വരുമ്പോൾ. അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഓണിയൻ പറാട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. കുറച്ച് ആവശ്യത്തിന് ഗോതമ്പ് പൊടി, കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പൊറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ റവയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും മേലെ. ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാലക്ക് കറി ഉണ്ടാക്കാനായിട്ട് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2 സവാള ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പാലക്ക് കറി ഉണ്ടാക്കാനും ഒന്ന് ഓണിയൻ പൊറാട്ട ഉണ്ടാക്കാനാണ്. സവാള ഇതുപോലെ തന്നെ ആ കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പച്ചമുളക് അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ജീരകം, ഒരു ഉണക്കമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള വഴറ്റണ സമയം കൊണ്ട് നമുക്ക് ഇനി പാലക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലക്ക് കഴുകി എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പാലക്ക് ഇതേപോലെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കും കഴിക്കാം, അതുപോലെ തന്നെ ചോറിനും കഴിക്കാം. രണ്ടിനും നല്ല സ്വാദുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അത് ആ സെൻറ്ററിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സബോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുന്നതോട് കൂടെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുപോലെ തന്നെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണം പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് വേവാൻ അധികം സമയമൊന്നും വേണ്ട, നല്ല കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി സമയം കൊണ്ട് നമുക്ക് ഓണിയൻ പൊറാട്ടയ്ക്കുള്ള സബോള അരിഞ്ഞെടുക്കാം. അപ്പോൾ നടുവിലുള്ള കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ നല്ല മെലിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. കൈ സൂക്ഷിച്ചാൽ മതി. സബോള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഓരോരോ സബോളയായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വിടർത്തിയെടുക്കാം, മാറ്റിയെടുക്കാം. ഓരോരോ പീസസായിട്ട് മാറ്റിയെടുക്കാം. പാലക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ തുവരം പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് പോയിട്ടുണ്ടാവും, പക്ഷേ കടലപ്പരിപ്പ് അത്രയ്ക്ക് അങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടാവില്ല. പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കടലപ്പരിപ്പ് കടിക്കാനായിട്ട് നമ്മൾ ഈ പാലക്കിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ടല്ലോ, അത് കാരണം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പും പാലക്കും കറി റെഡി ആയിട്ടോ. ഇനി ഓണിയൻ പറാട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സവോള നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സവോളയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയില അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, ജീരകപ്പൊടി കുറച്ച് ചേർത്താൽ മതി, പിന്നെ ആംചൂർ പൗഡർ. ഇനി ഓണിയൻ പറാട്ട ഉണ്ടാക്കാം. അപ്പോൾ ഇത് മിക്സ് ആക്കുന്നത് പരത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് മിക്സ് ആക്കിയാൽ മതി. കാരണം ഈ സബോളയിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ആക്കുക, കഴിഞ്ഞ ഉടനെ തന്നെ ചപ്പാത്തി പരത്തണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി. കാരണം കുറച്ച് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്താലും റവയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ആവും. ഇനി നമുക്ക് ഇത് ഇപ്പോൾ മിക്സ് ആക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പൊടിയൊന്ന് മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഈ സബോളയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രമായിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ട് ഫുള്ള് കവർ ചെയ്യണ പോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ മടക്കിയിട്ട് വീണ്ടും ട്രയാങ്കിൾ ഷേപ്പിൽ ഇനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. റൗണ്ടായിട്ട് വേണമെങ്കിൽ പരത്താം. രണ്ട് സൈഡിലും കുറച്ച് നന്നായിട്ട് തന്നെ മാവ് പൊടി ഇട്ടതിന് ശേഷം വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് മൊരിഞ്ഞു പോകും ആ ഭാഗം, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണവും വരും. അപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. ഒന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് വേറെ ഒന്നും കൂടെ പരത്തിയെടുക്കാം. റൗണ്ടാക്കി പരത്തുക, കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, ഫില്ലിങ് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക, മടക്കിയിട്ട് പരത്തിയെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നമുക്ക് പരത്തിയെടുക്കാം. ഈ ഓണിയൻ പൊറോട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഈ സബോളയും അതുപോലെ തന്നെ ഈ മുളകും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ട്. ഇടയ്ക്ക് നമ്മൾ ദിവസേന ചപ്പാത്തി ഉണ്ടാക്കണേക്കാട്ടും ഒരു വ്യത്യാസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നല്ല എളുപ്പമല്ലേ, അങ്ങനെ സബോള വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല സ്വാദുമുണ്ട്. വെറുതെ കഴിക്കാൻ വേണമെങ്കിൽ വേവിച്ചെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ രണ്ട് സൈഡും. കാരണം ഉള്ളിൽ സബോള നമ്മൾ പച്ചയായിട്ടല്ലേ ചേർത്തേക്കുന്നത്. അത് കാരണം കൊണ്ട് വേവിക്കുമ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ലഞ്ച് വേണമെന്ന് പറയുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ലഞ്ച് റെഡിയാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.